ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. റാഗി വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പൊടിക്കാതെ തന്നെ ആഡ് ചെയ്യുന്നത്. പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് 1/4 കപ്പാണ്. ഇത്ര ആവശ്യമില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു 1/2 മുതൽ 1/4 കപ്പ് അതിൻ്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൊടിച്ചിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. പൊടിക്കാത്തതുകൊണ്ട് വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് പതിപ്പിച്ചെടുത്തത്. കാരണം പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ഇതാ ഈ ഒരു പരുവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. പൊടിച്ച് ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതിന് ബീറ്റർ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഇനി ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് റാഗിയുടെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെയാണ് ഇനി ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുന്നത്, 1/2 ടീസ്പൂണ് തന്നെ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനി വിസ്ക് വെച്ച് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം, ഒരുപാട് കുത്തി ഇളക്കരുത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നോക്കിയതാണ്, എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ 1/4 കപ്പ് കറക്റ്റ് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇതിലേക്കൊരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ഏകദേശം അളവാണ് ഞാൻ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണാണ് ശരിക്കും ആഡ് ചെയ്യേണ്ടത്. ഞാൻ അത്രയൊന്നും അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല, ഒരു 2 സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മുട്ട നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്, മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ലാസ്റ്റിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഓവണൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് ഏറ്റവും കുറച്ച് വെക്കല്ലോ, ആ ഒരു ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് കുക്കായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ്സിന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ, 25 മിനിറ്റ്സ് ആയിട്ടില്ല, അപ്പോഴേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിത് കഴിച്ചിട്ട് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടി, സാധാരണ കേക്കിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, റാഗി ആയതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് പകരം നിങ്ങൾ കുറച്ചും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് 1 കപ്പ് റാഗി പൊടിക്ക് പകരം 1/2 കപ്പ് റാഗിയും 1/2 കപ്പ് മൈദയോ അല്ലെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ്, കുറച്ചുകൂടി ഹെൽത്തി ആവണമെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് ആയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് പിസ്താഷ്യോസ് വെച്ചിട്ടാണ്. ലാസ്റ്റ് ഒരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.